CPI LDF വിട്ട് കോൺഗ്രസിലേക്ക് വന്നാൽ, UDFിലേക്ക് വന്നാൽ അവർക്ക് നല്ലതാണെന്ന് പറഞ്ഞത് അടൂർ പ്രകാശ്, UDF കൺവീനർ അടൂർ പ്രകാശ്. അടൂർ പ്രകാശ് ഇന്നലെ ഒരു ഓൺലൈൻ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. CPIയും കോൺഗ്രസും ഒരുമിച്ച് ഭരിച്ച ചരിത്രമുണ്ടെന്നും അന്ന് അച്യുതമേനോൻ മുഖ്യമന്ത്രിയായെന്നും പഴയ ചരിത്രം അടൂർ പ്രകാശ് ഓർമ്മിപ്പിച്ചു. ഇപ്പോഴിതാ CPIയെ LDF വിട്ട് UDFിലേക്ക് കൊണ്ടുവരാൻ ഒരു ശ്രമം നടക്കുന്നു. ആ ശ്രമം ശ്രദ്ധേയവുമാണ്. ആ ശ്രമം നടത്തുന്നത് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൻ്റെ നേതാവ് അപ്പു ജോൺ ജോസഫാണ്. PJ ജോസഫിൻ്റെ മകൻ അപ്പു ജോൺ ജോസഫ്. കേരള കോൺഗ്രസിനെയും UDFിനെയും ശക്തിപ്പെടുത്താൻ PJ ജോസഫിൻ്റെ അനുഗ്രഹാശംസകളോടെ മകൻ അപ്പു ജോൺ ജോസഫ് ഇറങ്ങിയിരിക്കുന്നു. ഐക്യ കേരളം കോൺഗ്രസ് എന്നാണ് ഇതിന് പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അപ്പു ജോൺ ജോസഫ് കേരള കോൺഗ്രസിലെ ജേക്കബ് വിഭാഗം നേതാവ് അനൂപ് ജേക്കബുമായും കേരള കോൺഗ്രസ് ബിയിലെ വിമത നേതാവ് ഉഷ മോഹൻദാസുമായും ചർച്ച നടത്തി. മാണി ഗ്രൂപ്പിലെ അതൃപ്ത നേതാക്കൾ ഐക്യ കോൺഗ്രസിൻ്റെ ഭാഗമാകാൻ താൽപ്പര്യപ്പെട്ട് കോൺഗ്രസ് MP ഫ്രാൻസിസ് ജോർജുമായി ചർച്ച നടത്തി. കേരള കോൺഗ്രസിലെ സ്കറിയ വിഭാഗം, ജനാധിപത്യ കേരള കോൺഗ്രസിലെ ഡോക്ടർ KC ജോസഫ്, PC ജോസഫ് എന്നീ വിഭാഗം, ജനാധിപത്യ കേരള കോൺഗ്രസിലെ ഡോക്ടർ KC ജോസഫ്, PC ജോസഫ് വിഭാഗം, കുരുവിള മാത്യൂസിൻ്റെ നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ്, കല്ലടദാസിൻ്റെ കേരള കോൺഗ്രസ് സെക്യുലറാണ്, കല്ലടദാസിൻ്റെ കേരള കോൺഗ്രസ് സെക്യുലർ, CK നാണുവിൻ്റെ ജനതാദൾ സെക്യുലർ, രാഷ്ട്രീയ ജനതാദൾ, സമാജ്വാദി പാർട്ടി തുടങ്ങി പല വിഭാഗങ്ങളിൽ ചിതറിക്കിടക്കുന്ന പാർട്ടികളുമായാണ് അപ്പു ജോൺ ജോസഫ് ചർച്ച നടത്തിയിരിക്കുന്നത്. ഐക്യ കേരളം കോൺഗ്രസ് എന്ന് പേരിട്ട ഈ നീക്കം എത്രത്തോളം ഫലവത്താകും എന്നാണ് ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. CPIയിലെ 3 MLAമാർ ഉൾപ്പെടെ, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലെ 3 MLAമാർ ഉൾപ്പെടെ ഐക്യ കേരളം കോൺഗ്രസിലേക്ക് വരാൻ താൽപ്പര്യം പ്രകടിപ്പിച്ചതായി അപ്പു ജോൺ ജോസഫ് അറിയിച്ചു. മാത്രമല്ല, കൊല്ലം, തിരുവനന്തപുരം ജില്ലയിലെ വിവിധ നേതാക്കൾ തങ്ങളോട് ആഭിമുഖ്യം പുലർത്തുന്നുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. തൃശ്ശൂരിലെ CPIയുടെ ശക്തിദുർഗമായ തൃശ്ശൂരിലെ പല നേതാക്കളും തങ്ങളുടെ ഓരം ചേർന്ന് പ്രവർത്തിക്കുമെന്നാണ് അപ്പു ജോൺ ജോസഫ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ CPI വിഷമവൃത്തത്തിലാണ്. 3 MLAമാരൊക്കെ CPI വിട്ട് ഐക്യ കേരളം കോൺഗ്രസിലേക്ക് പോയി കഴിഞ്ഞാൽ CPIയിൽ അതൊരു പൊട്ടിത്തെറി ഉണ്ടാകും. CPIയെ പൂർണ്ണമായും സ്വീകരിക്കാൻ തയ്യാറാണ് കോൺഗ്രസ്, UDF. അത് അടൂർ പ്രകാശ് വ്യക്തമാക്കി കഴിഞ്ഞു. അതിന് പിന്നാലെയാണ് അപ്പു ജോൺ ജോസഫിൻ്റെ ഈ ഒരു ദൗത്യം. അപ്പു ജോൺ ജോസഫ് വിവിധ നേതാക്കളുമായി ചർച്ച നടത്തുകയാണ്. മാണി ഗ്രൂപ്പിനെയും CPIയെയും പിളർത്തുക എന്നുള്ളതാണ് അപ്പു ജോൺ ജോസഫിൻ്റെ ലക്ഷ്യം. CPIയിൽ ബിനോയ് വിശ്വത്തെ എതിർക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. കാനം രാജേന്ദ്രൻ ഉണ്ടായിരുന്നപ്പോൾ CPI ഏകശിലാഫലകം പോലെ നിന്ന പാർട്ടിയായിരുന്നു. പക്ഷേ ബിനോയ് വിശ്വം സംസ്ഥാന സെക്രട്ടറി ആയതോടുകൂടി CPIയിൽ പലതരത്തിലുള്ള കാർമേഘങ്ങൾ, വിഭാഗീയതയുടെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടിയിരിക്കുന്നു. ബിനോയ് വിശ്വം വളരെ കർശനമായ രീതിയിൽ കമ്മ്യൂണിസ്റ്റ് ചിട്ടകൾ പിന്തുടരുന്ന നേതാവാണ്. കാനം രാജേന്ദ്രനെ പോലെ ജനകീയനൊന്നുമല്ല ബിനോയ് വിശ്വം. അതാണ് CPI നേതാക്കളിൽ ഒരു വിഭാഗം ബിനോയ് വിശ്വത്തിനെതിരെ തിരിയാനുള്ള കാരണം. അച്ചടക്കം ലംഘിച്ചാൽ കർശനമായ ഒരു നടപടിയാണ് ബിനോയ് വിശ്വം എടുക്കുന്നത്. മുമ്പ് കാനം രാജേന്ദ്രനും വെളിയം ഭാർഗവനും CK ചന്ദ്രപ്പനും PKVയും ഒക്കെ പാർട്ടി സെക്രട്ടറിമാരായിരുന്നപ്പോൾ അച്ചടക്കം ലംഘിക്കുന്നവരെ കൂടെ കൂട്ടിക്കൊണ്ട് CPIയെ വളർത്താൻ അവർക്ക് കഴിഞ്ഞിരുന്നു. CPIയിൽ അവരെ നിലനിർത്താൻ കഴിഞ്ഞിരുന്നു. എന്നാൽ ബിനോയ് വിശ്വത്തിന് അത് കഴിയുന്നില്ല. ബിനോയ് വിശ്വം അച്ചടക്കത്തിൻ്റെ വാൾ വളരെ രൂക്ഷതയോടുകൂടി ഉപയോഗിക്കുന്നു. എന്തായാലും
മൂന്ന് CPI MLA മാരുമായി അപ്പു ജോൺ ജോസഫ് ചർച്ച നടത്തി എന്ന വാർത്ത പുറത്തു വരുന്നു. 3 MLA മാർ ഐക്യ കേരളം കോൺഗ്രസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നു. അങ്ങനെയാണെങ്കിൽ CPI പിളർപ്പിലേക്ക് പോകും എന്നുള്ളത് ഉറപ്പാണ്. പല CPI പ്രാദേശിക നേതാക്കളും അസംതൃപ്തരാണ്. ഭരണം കിട്ടുമ്പോൾ സാധാരണക്കാരായ നേതാക്കളെ CPI മറന്നുപോകുന്നു എന്നൊരാരോപണം പണ്ടേയുണ്ട്. CPM-നെ പോലെയല്ല CPM അടിത്തട്ടിലുള്ള നേതാക്കളെപ്പോലും അടുപ്പിച്ചു നിർത്തുമ്പോൾ അടിത്തട്ടിലുള്ള നേതാക്കളുമായി ഒരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ കഴിയുന്നില്ല CPI നേതാക്കൾക്ക്, മുതിർന്ന നേതാക്കൾക്ക്. ദിവാകരനെ പോലെ തന്ത്രജ്ഞനായ ഒരു നേതാവിൻ്റെ അഭാവം ഇപ്പോൾ CPI സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ട്. ദിവാകരൻ, പന്നിൻ രവീന്ദ്രൻ തുടങ്ങിയ രാഷ്ട്രീയ തന്ത്രജ്ഞർ ഇപ്പോൾ നിസ്സംഗരായി നിൽക്കുകയാണ്. ദിവാകരന് ഒരു റോളും ഇപ്പോൾ ഇല്ല. അദ്ദേഹം പ്രഭാത് ബുക്ക് ഹൗസിൻ്റെ ചെയർമാൻ മാത്രമാണ്. ഈ സാഹചര്യത്തിലാണ് ആദ്യപടി അടൂർ പ്രകാശ് പൊട്ടിച്ചത്. CPI-യെ അദ്ദേഹം ഹാർദമായി സ്വാഗതം ചെയ്തു UDF-ലേക്ക്. പണ്ടത്തെ ചരിത്രം ഓർമ്മിപ്പിക്കുകയും ചെയ്തു. അച്യുതമേനോനും PKV-യും ഒക്കെ മുഖ്യമന്ത്രിയായത് കോൺഗ്രസിൻ്റെ കൂടെ നിന്നപ്പോഴാണ് എന്ന ഒരു സുവർണ ചരിത്രമാണ് അദ്ദേഹം ഓർമ്മിപ്പിച്ചത്. CPI-യുടെ ഓരോ നീക്കവും ഇനി ശ്രദ്ധേയമാണ്. CPI-യെ ഒരുമിച്ച് നിർത്താൻ ബിനോയ് വിശ്വത്തിന് കഴിയുന്നില്ല എന്ന ആരോപണം മുതിർന്ന നേതാക്കൾ തന്നെ പരസ്പരം പറയുന്നുണ്ട്. തുറന്നു പറയുന്നത് പാർട്ടിയുടെ അച്ചടക്ക ലംഘനമായതിനാൽ അവരെല്ലാം മനസ്സിനുള്ളിൽ അടക്കി കഴിയുന്നു. പക്ഷേ 3 MLA-മാർ തിരുവനന്തപുരം, കൊല്ലം എന്നിവിടങ്ങളിലെ 3 MLA-മാരുമായി അപ്പു ജോൺ ജോസഫ് ചർച്ച നടത്തി എന്ന വാർത്ത പുറത്തു വരുമ്പോൾ അത് CPI-ക്ക് വലിയൊരു തിരിച്ചടിയായി മാറുന്നു. ഈ വാർത്ത ശരിയാണെങ്കിൽ CPI-യെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇനി ശ്രദ്ധിക്കേണ്ടതായി വരും. കൊല്ലം, തിരുവനന്തപുരം, തൃശ്ശൂർ ജില്ലകളിലെ പ്രധാനപ്പെട്ട CPI-യുടെ പ്രാദേശിക നേതാക്കൾ ഈ നേതൃത്വത്തിനെതിരെ, CPI-യുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിനെതിരെ കലഹിച്ചു നിൽക്കുന്ന പ്രാദേശിക നേതാക്കൾ ഐക്യ കേരളം കോൺഗ്രസുമായി സഹകരിക്കുമെന്ന് അപ്പു ജോൺ ജോസഫ് വെളിപ്പെടുത്തി. എന്തായാലും CPI പിളർപ്പിലേക്ക് പോകുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. CPI-ക്ക് പണ്ടൊരു പിളർപ്പ് ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂരിലുള്ള CPI-യുടെ ശക്തി ദുർഗമായ കൊടുങ്ങല്ലൂരിലുള്ള ഒരു വിഭാഗം വിമതർ ചേർന്ന് കൊടുങ്ങല്ലൂർ CPI രൂപീകരിച്ച കാലം. അന്ന് വെളിയം ഭാർഗവനും KE ഇസ്മയിലും ചേർന്ന് കൊടുങ്ങല്ലൂർ CPI-യെ തിരികെ പാർട്ടിയിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അല്ലെങ്കിൽ അന്ന് തന്നെ ഒരു പിളർപ്പ് സംഭവിക്കുമായിരുന്നു. കൊടുങ്ങല്ലൂർ CPI ഉണ്ടായപ്പോൾ കൊടുങ്ങല്ലൂരിലുള്ള ഭൂരിഭാഗം നേതാക്കളും കൊടുങ്ങല്ലൂർ CPI-യുമായി ചേർന്ന് പ്രവർത്തിച്ചതും ചരിത്രം. ഇങ്ങനെയൊരു ചരിത്രം CPI-ക്കുണ്ട്. CPI പിളരുന്ന പാർട്ടിയൊന്നുമല്ല. പിളർപ്പിൻ്റെ ചരിത്രം CPI-ക്ക് ഉണ്ട്. പല CPI നേതാക്കളും മുസ്ലിം ലീഗിലേക്ക് പോകുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട്. അടുത്ത കാലത്ത് നിലമ്പൂരിലൊരു CPM ബ്രാഞ്ച് സെക്രട്ടറി മുസ്ലിം ലീഗിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. മുസ്ലിം ലീഗിലേക്ക് പോയി UDF-ന് അഭിവാദ്യം അർപ്പിക്കുന്ന കാഴ്ച കണ്ടു. CPI-യുടെ കർശനമായ ചിട്ടവട്ടങ്ങൾ അതൊക്കെ തകർന്ന് തരിപ്പണമായിരിക്കുന്നു. CPI-യിലെ അച്ചടക്കം എന്നത് പാഴ്വാക്കായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് 3 MLA-മാർ അപ്പു ജോൺ ജോസഫുമായി ചർച്ച നടത്തി എന്ന വാർത്ത പുറത്തു വരുന്നത്. മാത്രമല്ല, നിരവധി CPI പ്രവർത്തകർ ഐക്യ കേരളം കോൺഗ്രസുമായി സഹകരിക്കുമെന്ന് അപ്പു ജോൺ ജോസഫ് പറയുമ്പോൾ അടൂർ പ്രകാശിൻ്റെ വാക്കുകളും ശ്രദ്ധേയം. അടൂർ പ്രകാശ് CPI-യെ ഹാർദവമായി തന്നെ UDF-ലേക്ക് സ്വാഗതം ചെയ്തു കഴിഞ്ഞു. CPI ഒരു പിളർപ്പിലേക്ക് പോയാൽ അത് വലിയ നഷ്ടമാകും LDF-ന്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത ബിനോയ് വിശ്വത്തെ അസ്വസ്ഥമാക്കുന്നു. CPI ഇപ്പോൾ നവീകരിച്ച MN സ്മാരകവുമൊക്കെയായി വലിയ ഗ്ലാമറിൽ നിൽക്കുകയാണ്. അതിനിടയിലാണ് ഇങ്ങനെയൊരു വാർത്ത വന്നിരിക്കുന്നത്.